അപ്പോൾ കലോത്സവ വേദിനെ ഇളക്കി മറിക്കാൻ ഇനി കുറച്ച് നല്ല സുന്ദര കുട്ടപ്പന്മാർ എത്തിയിട്ടുണ്ട്. ഇവര് കിളിമാനൂർ, തിരുവനന്തപുരം ജില്ലയിൽ നിന്നാണ് വരുന്നത്. എത്രയല്ല പഠിക്കുന്ന മോനെ? 9th സ്റ്റാൻഡേർഡ്, 10th ഉണ്ട്. 9th ഉം 10th ഉം സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികളാണ്. അപ്പോൾ കലോത്സവ വേദിയിൽ നേരത്തെ പങ്കെടുത്തിട്ടുണ്ടോ? 7 വർഷമായിട്ട് പങ്കെടുക്കും. എത്ര വർഷമായി പഠിക്കണോ? 7 വർഷമായി സ്റ്റേറ്റ് കലോത്സവത്തിൽ പങ്കെടുക്കും. ഇത് പഠിക്കാൻ തുടങ്ങിയിട്ട് ചെണ്ട പഠിക്കാൻ തുടങ്ങി 2-3 വർഷമായി. എല്ലാവരും ഞാൻ കേട്ടിട്ടുണ്ട് ചെണ്ടയെക്കാട്ടിലും ഏറ്റവും പാട് കുഴല് അല്ല എന്താ പറയാ, കൊമ്പ്, അതെ, അതിനാണ് പാടെന്ന് കേട്ടിട്ടുണ്ട്. ഉള്ളിന്ന് ശ്വാസം എടുക്കണം. ഏറ്റവും പാടുന്നില്ല എല്ലാം പഠിക്കാൻ. അതാണ്, പ്രാക്ടീസാണ് എല്ലാറ്റിൻ്റെയും ആധാരം. അപ്പോൾ എന്തായാലും നമുക്ക് ഇവരുടെ ആ ഒരു തകർപ്പൻ പെർഫോമൻസിലേക്ക് പോവാം, അതിനുശേഷം മറ്റ് വിശേഷങ്ങളിലേക്ക്. അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഞാനൊന്ന് കൊട്ടി നോക്കട്ടെ, കുഴപ്പമില്ല. എങ്ങനെ ചെയ്യേണ്ടത്? ആ ഒരു താളം പറ. അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ട് തന്നെ മക്കൾ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം കിളിമാനൂരിൽ നിന്നാണ് വരുന്നത്. ഇവര് 10th ഉം 9th ഉം ക്ലാസ്സിലുള്ള കുട്ടികളാണ്. അപ്പോൾ കഴിഞ്ഞല്ലേ പെർഫോമൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? കഴിഞ്ഞില്ല, ഇനിയാ വെയിറ്റിംഗിലാണ്. അപ്പോൾ അവരുടെ പെർഫോമൻസ് മത്സരം കഴിഞ്ഞിട്ടില്ല, മക്കൾ വെയിറ്റിംഗിലാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നിങ്ങൾ കയറി നിൽക്ക്, ഇദ്ദേഹത്തെ ഒന്നും കണ്ടിട്ടേ ഇല്ല നമ്മൾ. പേരെന്താ?
അനന്തകൃഷ്ണൻ. അനന്തകൃഷ്ണൻ ഉണ്ടാക്കിയില്ലേ? താളം. അപ്പോൾ അനന്തകൃഷ്ണൻ അതുപോലെ തന്നെ മറ്റെല്ലാവർക്കും എല്ലാവിധ ആശംസകളും കേരള വിഷന്റെ ഭാഗത്ത് നിന്ന് നേരെയാണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും വിജയിച്ചു വരിക. ഓക്കെ.